നമുക്ക് നായി ഹറാമാണെന്ന് കേട്ടിട്ടില്ലേ? സംഭവം ഹറാമോ ഹലാലോ എന്തോ ആവട്ടെ, ഒരു നായ്ക്കുട്ടി ഉണ്ട് കൊലായിലത്തെ മുറ്റത്ത് കിടന്നിട്ട് ഇങ്ങനെ കരയുന്നു. അതിൻ്റെ അമ്മയെ കാണാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അതിന് വിശപ്പുള്ളത് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് പാല് കൊടുക്കാമെന്ന്. തണുപ്പ് ഉണ്ടോ എന്ന് നോക്കിയതാട്ടോ, ഫ്രിഡ്ജിൽ എടുത്തതായതുകൊണ്ട്. നീ തള്ള വന്നിട്ട് എന്നെ ഓടിച്ചിട്ട് കടിക്കുമെന്നോ എനിക്കറിയില്ല. കടിച്ചാൽ നിങ്ങൾക്ക് അതും കാണാം. ഫാത്തിമയ്യ വരണ്ടാവും. എവിടെ എവിടെ പാലിന്ന മുന്നോട്ട് നോക്ക്. ഡോ എന്ത് ഡോ 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 നായ്ക്കുട്ടി അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഉണ്ടാവുന്ന പാല്. അപ്പം മനസ്സിലായി അത് വിശന്നിട്ടല്ല, മമ്മീനെ കാണാനിട്ട് ആണോ? വിശന്നിട്ടാണോ? തല പൊക്കി വെക്കുന്നുണ്ട്. നോ ഗൈസ്, അത് വിശന്നിട്ടല്ല. കുടിച്ചോ പോനായി, എനിക്ക് അതേ ഇപ്പം കിട്ടുള്ളൂ. ചിക്കൻ ബിരിയാണി ഒന്നും കൊണ്ടുതരാൻ ഇവിടെ ആരുമില്ല. ഞാൻ തന്നെ ഇവിടെ ചോറ് വെച്ചിട്ടില്ല. കുടിച്ചത് കുട്ടിയെ അതിൻ്റെ അറിയാനാണോ? കുടിച്ച നായിക്കുട്ടിയെ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവും ചെയ്താനേ. അത് കുടിച്ചിങ്ങോട്ടെങ്ങാൻ ബോർഡ് കിട്ടി. അതിന് അതിൻ്റെ അമ്മയെ കാണാനിട്ട് കുടിച്ചു. ഉണ്ടാവും. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ, ഒന്നും നോക്കണ്ട, മുഴുവൻ എനിക്കുള്ളത്. കുറച്ച് വേണം എനിക്ക് തന്നിട്ടോ. പാവം ഞാൻ അതിന് വിശക്കുന്നുണ്ട് കേട്ടോ. അത് ആ ഗേറ്റിൻ്റെ അടുത്ത് കഴിഞ്ഞുള്ളൂ. പിള്ളേർ പറയുന്നത് രാവിലെ തൊട്ടിട്ട് ഇവിടെ ഉണ്ട്. എന്തിൻ്റെയോ സൗണ്ട്. ഞാൻ വിചാരിച്ചൊക്കെ പരുന്തിൻ്റെ മക്കളാണെന്നാ. അപ്പോൾ ചോറും കറിയൊന്നും കുഴച്ച് കൊടുക്കാൻ ഞാൻ ഇവിടെ ചോറ് വെച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞു മക്കളാ, ആരെങ്കിലും എടുത്തുണ്ടോ കഴിക്കും. ഇതിനെന്താക്കുമെന്ന് അറിയില്ല. ഇവിടെ എന്താ പോറ്റാനുള്ള അവകാശവും അധികാരവും സലീം ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് പാവുണ്ടാവും. വിശന്നിട്ട് എന്നാട്ടോ കരഞ്ഞത്.
അങ്ങനെയാണ്. അമ്മമാരില്ലെങ്കിൽ മക്കൾ എന്ന് പറയുന്നത് വെറും ശൂന്യമാണ് മക്കളെ. എല്ലാവരും പറയാറുണ്ട് മരണാനന്തരം നമുക്ക് സ്വർഗമുണ്ട് എന്ന്. പക്ഷെ മരണാനന്തരമുള്ള സ്വർഗത്തിനേക്കാട്ടിലൊക്കെ വലുതാണ് അച്ഛനും അമ്മയും ഇല്ലാതെ ഇതേപോലെ കരയുന്നൊരു കുഞ്ഞ്. കാരണം എൻ്റെ പരിചയത്തിൽ 1-2 പേരുണ്ട് അച്ഛനും അമ്മയും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ. അവരുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എന്തിന് ഞാൻ തന്നെ വയ്യാതെ കിടക്കുക, ഇന്ന് രാവിലെ തൊട്ടിട്ട് വയ്യാണ്ട് കിടക്കുക. കുറേ മിസ് ചെയ്തു എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന ഒരു കഞ്ഞി. പക്ഷേ വയ്യ ഉമ്മ എന്ന് ഒന്ന് നീട്ടി വിളിച്ചാൽ സ്വന്തം വീട്ടിലാണെങ്കിൽ ഉമ്മ ഓടി എത്തുമായിരുന്നു. പക്ഷെ അതല്ല. അതേപോലെ ഇന്നലെ പിള്ളേർ അവർക്ക് വിശന്നങ്ങ്, എനിക്ക് കുറച്ച് ദിവസമായിട്ടോ ഈ വയ്യായ വന്നിട്ട്, പിള്ളേർക്ക് വിശന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ അന്ന് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ എൻ്റെ ഉമ്മാനെ മിസ് ചെയ്യുമ്പോൾ അവരെന്നെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വർഗവും നരകമൊന്നും അല്ല മക്കളെ, അച്ഛനും അമ്മയും ഏറ്റവും വലുത്. അങ്ങോട്ട് പോരി നന്നാ ഇവിടെ പോരി, അങ്ങോട്ട് പുറത്തേക്ക് പോരി. ഞാൻ എന്നെ കൊല്ലിയൊന്നുമില്ല. അതിനവിടെ ഒന്നും കൊതുകമ്മനെ ഇപ്പോൾ നമ്മൾ അപ്പം അങ്ങനെയാണ്. ഇനി ജസ്ന നായിക്ക് വെള്ളം കൊടുക്ക് എന്ന് പറഞ്ഞ് ഞാൻ കുറേ എണ്ണം കമൻ്റ് ഇടാൻ വരണ്ട. ഒരു ജീവന് ഇല്ലാണ്ടായി പോകുന്നതിനെക്കാട്ടി നല്ലത് അതിനെന്തെങ്കിലും വെള്ളം കൊടുക്കുന്നതാ. സലീമിനോട് ചോദിച്ചു നോക്കൂ ഇവിടെ വളർത്താനുള്ള പെർമിഷൻ ഉണ്ടാകും. കാരണം ഒന്നാമത് നാടൻ നായയാണ്. നാടൻ നായ അറിയാമല്ലോ, വളർത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ തന്നെ നായ കയറുന്നതിന് ഉജാലയിലും കുപ്പിയിൽ വെള്ളമൊക്കെ കലക്കി വെച്ചതാണ്. കുഞ്ഞു മക്കൾ കണ്ടിട്ട് പാവം തോന്നും. അല്ലെ അരുണിൻ്റെ അച്ഛനെ വിളിക്കണം. അരുണിൻ്റെ അച്ഛൻ വിളിച്ചാൽ അച്ഛനങ്ങ് എടുത്തോണ്ട് പോയിക്കോളും. നോക്കട്ടെ, എന്തെങ്കിലും ഒന്നാക്കി കൊടുക്കണം. ഇവിടെ എന്താ അവിടെ ഒന്ന് നിർത്തിപ്പോയത്? അന്നെപ്പോലും കൊണ്ടുപോയിട്ടാ നായ, ഉറപ്പാ. ഒരു ബൈക്കുകാർ ഇവിടെ നിന്ന് നിർത്തി അവിടെ നോക്കിയിട്ട് പോയി. അന്നിപ്പോൾ ഏതോ ആരോ കൊണ്ട് ചിട്ടതാണെന്ന് മനസ്സിലായി. എന്തൊരു കഷ്ടം. നാടൻ നായയാണെങ്കിലും നല്ലൊരു ഗുമ്മുണ്ട് കേട്ടോ കാണാൻ. എന്തോ ആവട്ടെ, എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ എന്തെങ്കിലും ഫുഡ് കൊടുക്കും. വീട്ടിലേതായാലും കാണാൻ സമ്മതിക്കില്ല, എനിക്കാവില്ല. അപ്പം ഏതായാലും